നാസർ കൊളായി പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന നിലയിൽ കൂടിയാണ് ചർച്ചയുടെ. കാരണം ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ അതിൻ്റെ നടപടികളും ആരംഭിച്ചു. ധവളപത്രം പുറത്തിറക്കുന്നതിന് സർക്കാർ പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് സമിതിയെ രൂപീകരിച്ചു, ഒരധ്യക്ഷനെ വെച്ച് സമിതിയെ രൂപീകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം നീക്കങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് സതീശനെ കൂടെ നിർത്തിക്കൊണ്ട് എ കെ ആന്റണി പറഞ്ഞത്. തുടക്കത്തിൽ വാഗ്ദാനങ്ങൾ പാലിക്കാൻ, ജനകീയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റുമോ എന്നറിയില്ല. ശരിയാണ്, ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന ആശമാരുടെ കാര്യത്തിൽ 21,000 ആയിരുന്നു വലിയ അവകാശപ്പെട്ടത്. പക്ഷേ 3,000 രൂപയെ കൂട്ടിയിട്ടുള്ളൂ. എന്നാൽ 1000-ൽ നിന്ന് 8,000 കൂട്ടി 9,000 ആക്കിയത് പിണറായി വിജയൻ സർക്കാരാണ്. ആ സർക്കാരിനെതിരെ വെല്ലുവിളിച്ചവർ ഇപ്പോൾ 3,000 മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. തുടക്കം എന്ന നിലയിലൊക്കെ അത് വേണമെങ്കിൽ അങ്ങനെ കാണാം. പക്ഷേ കയ്പ് നീര് കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദുരുദ്ദേശമുണ്ടായിരുന്നു എ കെ ആന്റണിയുടെ. അത് വി.ഡി. സതീശൻ്റെ സാന്നിധ്യത്തിലായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് 6,000 കോടിയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട് ട്രഷറിയിൽ, ഖജനാവിൽ. നാസർ കൊളായി, അജിംഷാദെ, അവിടെ ഒരു പ്രശ്നം കിടക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവർ ഈ ധവളപത്രം ഇറക്കണം എന്ന് പറയുന്നത് മുൻ ഗവൺമെന്റ് കടമാക്കി വെച്ച് പോയി എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ആന്റണിയുടെ അടുത്ത് പോയിട്ട് പിന്നെ രണ്ടുപേരും കൂടി സംസാരിച്ച് സതീശന് പറയാൻ കഴിയാത്ത കാര്യം ആന്റണിയിലൂടെ പറഞ്ഞതാണ്. അതായത് മുണ്ട് മുറുക്കി എടുക്കേണ്ടി വരും, കയ്പ് നീര് കുടിക്കേണ്ടി വരും. അതിനാ ഇവർ പറയുന്നത് ധനസ്ഥിതി മോശമാണെന്നല്ലേ. നമുക്കറിയാലോ, ഈ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു മഹാദുരന്തത്തെ അതിജീവിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. വിമാനങ്ങളില്ലാത്ത ആകാശം, കപ്പലുകളില്ലാത്ത കടൽ, തീവണ്ടികളില്ലാത്ത റെയിൽപാളങ്ങൾ, വാഹനങ്ങൾ ഓടാത്ത റോഡുകൾ, സകല ഫാക്ടറികളും അടച്ചിട്ടു, സകല കച്ചവട സ്ഥാപനങ്ങളും അടച്ചിട്ടു. സർക്കാരിന് ആ നിലക്കുള്ള നികുതിയില്ല, വരുമാനമില്ല, എല്ലാ വരുമാനങ്ങളും സർക്കാരിന്റെ നിലച്ചു. നമ്മുടെ നാട്ടില് ഒരാൾക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. അന്നന്ന് അധ്വാനിക്കുന്ന കൈക്കോട്ട് പണിക്ക് പോകുന്ന കർഷക തൊഴിലാളിക്ക് പോലും പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് കൈക്കോട്ട് പണിക്ക് പോകാൻ കഴിയാത്ത കാലമായിരുന്നു കോവിഡ് കാലം. അങ്ങനെ ആർക്കും ജോലിയില്ലാത്ത, ഗവൺമെന്റിന് വരുമാനമില്ലാത്ത കാലത്ത് ഈ കേരളത്തിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നോ? സകല മനുഷ്യർക്കും അന്ന് നമ്മൾ കിറ്റ് കൊടുത്തു, റേഷൻ കാർഡുള്ള സകല മനുഷ്യർക്കും. നമ്മൾ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ കണ്ട കാഴ്ച എന്താണ്? ഉത്തരേന്ത്യങ്ങളുടെ മഹാനഗരങ്ങളിൽ, ഡൽഹിയിൽ, കൽക്കട്ടയിൽ, മുംബൈയിൽ 10,000-കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് റോഡിലൂടെ നടന്നു പോകുന്നത്, റെയിൽപാളത്തിലൂടെ നടന്നു പോകുന്നത്, ആ പാലായനത്തിനിടയിൽ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ അവർ മരിക്കുന്നത്. ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളില്ലായിരുന്നു. ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ആരെങ്കിലും ഇവിടുന്ന് പാലായനം ചെയ്തോ? റേഷൻ കാർഡ് ഇല്ലാത്ത അവരെ അവരുടെ താമസ സ്ഥലങ്ങളിൽ പോയിട്ട് എണ്ണമെടുത്ത് കണക്കെടുത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കൽപ്പിച്ചു. ഞാൻ അതിൽ പങ്കെടുത്ത ഒരു വളണ്ടിയറാണ്, കോവിഡ് വളണ്ടിയർ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ എണ്ണമെടുത്ത് അവർക്ക് പോലും കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുത്തൊരു സർക്കാർ ഉണ്ടായിരുന്നു. നയാ പൈസ വരുമാനം ഉണ്ടായിരുന്നു അന്ന്. മുണ്ട് മുറുക്കി കൊടുക്കണമെന്നും കയ്പ് നീര് കുടിക്കേണ്ടി വരും, ഇതൊരു മഹാദുരിതത്തിലാണ്, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദുരന്തത്തിന്റെ നടുവിലാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞോ? ഈ കേരള ഗവൺമെന്റ് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാതെ അന്ന് ഈ UDF ആൾക്കാരോടടക്കം സർക്കാർ ജീവനക്കാരോട് 3 ദിവസത്തെ ശമ്പളം കടം ചോദിച്ചു. 6 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ നടന്നു. എന്തായിരുന്നു ഇവർ ചെയ്തിരുന്നത്? ആ ഓർഡർ കത്തിച്ചു കളഞ്ഞു, കീറിക്കളഞ്ഞു, ഇല്ലേ? അങ്ങനെയല്ല ചെയ്തതിന്, അതിനോട് സഹകരിച്ചില്ലല്ലോ. പക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാട്ടിൽ ഒരു മനുഷ്യന് പട്ടിണി കിട്ടോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്ന വളരെ വൈകാരികമായ ഒരു കാര്യം രാജിംഷാദെ, നമ്മുടെ നഗരങ്ങളിൽ കാണുന്ന ഒരു ചില മനുഷ്യരുണ്ട്, ഗതികേട് കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടുന്നവർ. നമ്മൾ അവരെ യാചകരെന്ന് പറയും. നമ്മൾ ഇട്ടുകൊടുക്കുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. നാണയത്തുട്ടുകൾ കിട്ടാതെ വന്നാൽ ഹോട്ടലിന്റെ പിറകെ പോയിട്ട് പട്ടികളോട് കടിപിടി കൂടി ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. ഈ കോവിഡ് കാലത്ത് കേരളത്തിന്റെ തെരുവീതികളിൽ അത്തരം മനുഷ്യർ ആരുടെ മുമ്പിൽ കൈനീട്ടും? തെരുവിൽ ആളുണ്ടോ? ഏത് ഹോട്ടലിന്റെ പിറകിലേക്ക് പോകും? ഏതെങ്കിലും ഹോട്ടലിൽ തുറന്നിരുന്നോ? പക്ഷെ അത്തരം ആളുകൾ നമ്മുടെ നാട്ടില് പട്ടിണി കിടന്നോ? അവരെ കൊണ്ടുവന്ന് പ്രത്യേക ഇടങ്ങളിൽ സംരക്ഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനത്തിന്റെ പേരാണ് കമ്മ്യൂണിറ്റി കിച്ചൺ, സാമൂഹിക അടുക്കള. അതുണ്ടാക്കിയിട്ട് മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്ത, മനുഷ്യർക്ക് മാത്രമല്ല അമ്പലത്തിലെ ആനക്കും കുരങ്ങനും ഭക്ഷണം കൊടുത്ത ഒരു ഗവൺമെന്റ് ഭരിച്ചുകൊടുത്തുനിന്ന് ഇറങ്ങി പോന്നിട്ടാണ് ഇവരിപ്പോ വന്നിട്ട് പറയാണ് മുണ്ട് മുറുക്കി കൊടുക്കണം, കയ്പ് നീര് കുടിക്കണം, ഇല്ലേ? ഇവിടെ അജിംഷാദ് വളരെ ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞുവല്ലോ. ഈ ഇവരുടെ ആശമാരുടെ സമരം എന്തായിരുന്നു? സമരം VS-ന്റെ കാലത്ത് 500 തുടങ്ങി, ഉമ്മൻചാണ്ടി 500 കൂട്ടി 1000 ആക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 8,000 രൂപ കൂട്ടി 9,000 രൂപ അവർക്ക് കൊടുക്കുമ്പോഴാണ് ടൂസിമാര് സമരം ചെയ്തിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതുപോലെ 21,000 വേണം. അന്ന് കൃത്യമായി ഗവൺമെന്റ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ഒരു സംഖ്യ കൂട്ടിക്കൊടുത്തപ്പോൾ അവസാനിക്കില്ല എന്ന് പറഞ്ഞപ്പം അവിടെ പോയിട്ട് ഇതാ എന്റെ 1ാമത്തെ ക്യാബിനറ്റിൽ ടൂസിമാരുടെ എല്ലാ പ്രശ്നം തീർക്കും. ഇന്നലെ 3,000 കൊടുത്ത്, 3,000 കൊടുത്താൽ മതിയോ? കൊടുത്തത് നല്ല കാര്യം, അത് അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല. പക്ഷെ അത് കൊടുത്താൽ മതിയോ? പോരല്ലോ. അപ്പം അതൊരു ഞാൻ പറഞ്ഞല്ലോ, മാത്രമല്ല ഈ സൗജന്യ യാത്ര, അതിൽ
അവർ വിശദീകരിച്ചിരുന്നത് ഇങ്ങനെയാണ്, കണ്ടറിയണം, ടൂറ്, കണ്ടറിയണം. തീർത്ഥാടനം അടക്കം സമ്പൂർണ്ണ സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ കണ്ടീഷൻസ് ഉണ്ട്, നിബന്ധനകളുണ്ട് എന്ന സൂചന ഇന്നലെ നൽകി. ഇതിൻ്റെ 15-ാം തീയതി നടപ്പാക്കുമ്പോൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ബാക്കിയുള്ള വിശദാംശങ്ങൾ അപ്പോൾ പറയാമെന്ന്. എന്താണ് വിശദാംശം? എന്ത് വിശദാംശം? വാഗ്ദാനം എന്ത് വിശദാംശം? എന്തായിരുന്നു പറഞ്ഞിരുന്നത്? KC വേണുഗോപാൽ KSRTC ബസ്സിൽ കയറിയിട്ട് നമ്മുടെ പിഷാരടിയുടെ കൂടെ സഞ്ചരിച്ചിട്ട് ഇതാ ഈ വരുന്ന മെയ് 15-ാം തീയതി നിങ്ങൾക്ക് ബസ്സിൽ പോകാന്നാണ്. മെയ് 15-ാം തീയതി ബസ് പോകുന്ന മുഖ്യമന്ത്രി തന്നെ അവർക്ക് ബസ് കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഈ 15-ാം തീയതി അല്ല, നമ്മൾ അതിനെയൊന്നും കളിയാക്കുന്നില്ല. അത് അല്ല, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സൗജന്യമായി ബസ് യാത്രകൾക്ക് കൊടുക്കാൻ കഴിയോ? നല്ല കാര്യം, കൊടുക്കട്ടെ. പെൻഷൻ 2000 ഉള്ളത് 3000 ആക്കാൻ കഴിയോ? അവർ കൊടുക്കട്ടെ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ സതീശനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ തിരുവമ്പാടിയിൽ ഇന്ന് എന്റെ മണ്ഡലത്തിലാണ് വയനാട്ടിലേക്കുള്ള തുരങ്കപാത. ഞാൻ ഇന്നത് കാണാൻ പോയി. വഴിയിൽ മഴയായതുകൊണ്ട് മടങ്ങിയിട്ടാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. നമ്മുടെ MLA ആയിരുന്ന ലിൻഡോ ജോസഫിന്റെ കൂടെ ഞങ്ങൾ ആ പ്രദേശത്തേക്ക് പോയപ്പോൾ അടുത്ത മഴ ആയതുകൊണ്ട് മടങ്ങിപ്പോന്ന. എന്തായിരുന്നു വയനാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു VD സതീശന്റെ. ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ, അതൊക്കെ നമ്മള് അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞവരാ. അതൊക്കെ നടക്കട്ടെ, കണ്ടറിയണം അതിന്റെ ഒക്കെ ഗതി. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഈ പണമില്ല എന്ന് പറയുന്നവര് മന്ത്രി മന്ദിരം മോടി പിടിപ്പിക്കാൻ അവർക്ക് പ്രയാസമല്ലല്ലോ. മന്ത്രി മന്ദിരം മോടി പിടിപ്പിക്കുന്നത് അതിലൊരു വ്യത്യാസമുണ്ട്. ചില മലയാളത്തിന്റെ ചില വാക്കുകളുടെ ഒക്കെ നമ്മൾ അറ്റകുറ്റപ്പണിയും മോടി കൂട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രിയുടെ കാലത്ത് പിണറായിയുടെ കാലത്ത് പണി നടത്തിയപ്പോ കുറ്റം പറഞ്ഞവര് ഇപ്പൊ എന്താ പറയുന്നത്? ഇവര് നമ്മൾ അറ്റകുറ്റിപ്പണി നടത്തിയപ്പോ ഇവര് മോടി കൂട്ടി. ഇവര് മോടി കൂട്ടാൻ വേണ്ടി പണം, ഇല്ലാത്ത ഖജനാവിൽ നിന്ന് പണം എടുക്കുമ്പോൾ ഇവര് പറയാൻ അത് അറ്റകുറ്റപ്പണി. ഇപ്പൊ മലയാള വാക്കുകളുടെ അർത്ഥവ്യത്യാസം. പിണറായിക്കെതിരെയുള്ള വലിയ പരാതി എന്തായിരുന്നു? കടക്ക് പുറത്ത്. ഇന്നലെ VD സതീശൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ല. എന്തായത് പറഞ്ഞു? പുറത്ത് കടക്ക്. അക്ഷരങ്ങൾ അങ്ങോട്ടും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ ഈ ഭരണത്തിന്റെ ഇത് മാറുമോ? സ്റ്റൈല് മാറുമോ? ഇതാണോ മാറ്റം? മാറ്റത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്ത കുറെ ആളുകളുണ്ടല്ലോ. ആ വോട്ട് ചെയ്ത ആളുകളെ മാറ്റപ്പോ കാണാൻ തുടങ്ങി. എന്താണ്? കടക്ക് പുറത്ത്. ആ വാചകം ഞങ്ങൾ മാറ്റി, ഇങ്ങോട്ട് എന്താക്കി? പുറത്ത് കടക്ക്. അതുപോലെ തന്നെ മോടി കൂട്ടൽ, അതിനിപ്പോ ഞങ്ങൾ മലയാളത്തിൽ അർത്ഥം മാറ്റി, അറ്റകുറ്റപ്പണി. ഇല്ലേ? ഇതൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത്. ഇവര് ഖജനാവ് കാലിയാണ്, ധവളപത്രം ഇറക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യണം? മന്ത്രിമന്ദിരങ്ങൾ മൂടി കൂട്ടാൻ പാടുണ്ടോ? എന്റെ വാഹന വ്യൂഹത്തിൽ 2 വാഹനം ഉണ്ടാവുള്ളൂ എന്നായിരുന്നു സതീശൻ പറഞ്ഞത്. ഇന്നലെ മെനിയാന്നൊക്കെ നമ്മൾ കണ്ടല്ലോ എത്ര വാഹനങ്ങൾ ഉണ്ട്. അതൊക്കെ സതീശനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളില്ലാത്ത മനുഷ്യനാണ്. അയാൾ 2-3 വാഹനത്തിലാക്കുകയാണെങ്കിൽ നമുക്ക് കാര്യം. പിണറായി വിജയന്റെ തലക്ക് RSSന്റെ ഒരു നേതാവ് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു തലവെട്ടുന്നവൻ. അങ്ങനെ നിരവധി വർഗീയവാദികളിൽ നിന്നും മറ്റുള്ള ആളുകളിൽ മാത്രമല്ല ഇതിനകത്ത് ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമുണ്ട്. അത് കേന്ദ്രം വിലയിരുത്തുന്നത് കൂടിയാണ്, സർക്കാരുകൾ എന്ന നിലയിൽ. അതൊക്കെ സതീശൻ അറിയാം. സതീശൻ മുഖ്യമന്ത്രി ആയ ശേഷം പറഞ്ഞു. സതീശൻ അറിയാം, പക്ഷെ പബ്ലിക്കിന് അറിയില്ല. അവിടെ പ്രശ്നം. ഇതെല്ലാം സതീശൻ അറിയാം, പക്ഷെ പൊതുജനങ്ങളുടെ മുമ്പിൽ സതീശൻ എന്ത് പറയാം? ഇതാ കണ്ടോ, പിണറായി വിജയൻ ഒരുപാട് വാഹനമായിട്ട് പോകുന്നു. ഇനി സതീശന് എത്ര വാഹനം വേണമെന്ന് തീരുമാനിക്കേണ്ടതും കേന്ദ്രമല്ലേ? പക്ഷേ ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. ഈ അറ്റകുറ്റപ്പണി നടക്കുന്ന കാര്യം സതീശൻ അറിയാവുന്നിട്ടാണോ? അവിടെ പ്രയാസങ്ങളും ചോർച്ചകളും കൊണ്ടാണ് അറ്റകുറ്റപ്പണി. സതീശൻ എന്ത് ചെയ്യും? മനോഹരമായി അത് വാക്കുകൾ കൊണ്ട് വളച്ചൊടിച്ച്. കണ്ടില്ലേ മുഖ്യമന്ത്രിയുടെ വീട് ഗംഭീരമാക്കുന്നു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ സതീശന്റെ 2 വീടുകൾ നമ്മൾ കണ്ടത്. ഞാനിപ്പോഴും ആലോചിക്കുന്നു, കോട്ടയത്തെ ഒരു പ്രവാസിയുടെ കൊട്ടാരം പോലത്തെ വീട് കാണിച്ചിട്ട് ഇത് പിണറായിയുടെ വീടാണെന്ന് പറഞ്ഞ് മനോരമയിൽ അടക്കം വന്ന് ഇതേ സതീശന്മാര് ഈ കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചതാണ്. യഥാർത്ഥ പിണറായിയുടെ വീട് കാണിക്കാൻ വരാരെങ്കിലും തയ്യാറായോ? ഇപ്പോഴല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ച നടക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരു കുടിലാണല്ലോ നമ്മൾ കണ്ടത് താമസിക്കുന്ന VD സതീശൻ. ഒരു കുടിലല്ല, 2 കുടിലാണ്. ആ കുടിൽ ഞാൻ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. അത് വീടുണ്ടാക്കുകയും ഉണ്ടാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മളെ ഇങ്ങോട്ട് വിമർശിക്കുമ്പോ അതേ വാചകങ്ങൾ നമുക്ക് അങ്ങോട്ടും വിമർശിക്കാൻ അറിയാം എന്നിവർ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഏതെങ്കിലും ചാനലിൽ സതീശന്റെ വീടിന്റെ വലിപ്പത്തെക്കുറിച്ചും അദ്ദേഹത്തിന് 2 വീടുള്ളതിനെ കുറിച്ചും ചർച്ച ചെയ്തോ? ചർച്ച ചെയ്യണം എന്നുള്ള അഭിപ്രായം കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷെ പിണറായി വിജയൻ ആവുമ്പോ എന്തായി? കമ്മ്യൂണിസ്റ്റുകാരൻ ആവുമ്പോ എന്തായി? അതൊക്കെ ചർച്ച ചെയ്യാണ്. ഇതാണ് ഈ 2 ഭരണകാലത്ത് നിർവചനങ്ങൾക്കാണ് മാറ്റം. അതില്ലാത്ത വീടിന്റെ പേരിലാണ് പിണറായി പഴി കേട്ടത്, വേറെ ഏതോ ഒരു പ്രവാസിയുടെ. മാത്രമല്ല ഇതിനകത്ത് ഈ മോടി പിടിപ്പിക്കുന്ന കാര്യം, അത് മോടി പിടിപ്പിക്കുന്ന കാര്യം ഇവർ ചെയ്യുമ്പോൾ അറ്റകുറ്റപ്പണിയാകുന്നു. പക്ഷെ ഇതൊന്നും മാധ്യമങ്ങൾ കാണുന്നില്ലെന്നേ, ഇതൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഇതൊന്നും മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നുമില്ല.
ഞാൻ പറഞ്ഞില്ലേ അജിംഷാദെ, ഇത് മാധ്യമങ്ങളെ വാർത്തയാക്കില്ല. ഇന്നലെ വന്ദേ മാതരം എന്താണ്, ഞാൻ ചാനലിന്റെ പേര് തന്നെ എടുത്ത് പറയാം, മീഡിയ വൺ ചാനൽ എന്തേ കാണാതെ പോയി? ഉം. മീഡിയ വൺ ചാനൽ എന്തേ കാണാതെ പോയി? പിന്നെ പിണറായി വിജയൻ ഈ സമ്മേളനത്തിന് പോകുമ്പോ 150 മീറ്റർ ദൂരത്തിലേക്ക് കാറിൽ കയറ്റിയത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ പ്രശ്നമാക്കി അവതരിപ്പിച്ചവര് ഇതേ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിലേക്ക് പോയി ഇതേ ചാനലുകളോട് ചോദിച്ചല്ലോ, നിങ്ങളൊരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ, സാങ്കല്പികമാണ് ചോദ്യം, എന്നാൽ പോലും മുഖ്യമന്ത്രി ആണെങ്കിൽ നിങ്ങൾ വെള്ളാപ്പള്ളിയെ കാറ് കയറ്റുമോ? 100 വട്ടം കയറ്റുമെന്നാണ്. പിതൃസ്ഥാനീയനാണ് എനിക്ക് വെള്ളാപ്പള്ളി എന്ന് വി.ഡി. സതീശൻ പറഞ്ഞ് ഈ രാജ്യത്ത് രമേശ് ആരെങ്കിലും ചെന്നിത്തല. ചർച്ച ചെയ്തോ? രമേശ് ചെന്നിത്തലയും സതീശൻ പറഞ്ഞ ആരെങ്കിലും ഈ നാട്ടിൽ അതെ. ചർച്ച ചെയ്തോ? ആരും ചർച്ച ചെയ്തില്ല. ഇപ്പോ ജി സുധാകരൻ, ഇവരുടെ വലിയ വക്താവ, കമ്മ്യൂണിസത്തെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കി തോൽപ്പിച്ച ജി സുധാകരൻ ജയിച്ചു വന്നപ്പം വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വിറ്റ്, വെള്ളാപ്പള്ളിക്ക് മാത്രമല്ല BDGS വർക്ക് ചെയ്യുന്ന വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശൻ അടക്കം മാലിട്ടു. ആർക്കെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? വല്ല ചർച്ചയുണ്ടോ? ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് നടക്കുന്നത് മുസ്ലിം വിഭാഗത്തിനെതിരാണ്. മുസ്ലിങ്ങളെ അപമാനിക്കുന്ന വെള്ളാപ്പള്ളിയെ പിണറായി കൊണ്ടു നടക്കുകയാണ്. ഇപ്പൊ മുസ്ലിങ്ങളെ അപമാനിക്കുന്ന പിണറായിയെ തോൽപ്പിക്കാൻ വേണ്ടി UDF വലിയ സഖ്യം ഉണ്ടാക്കി. പിണറായിസത്തെ തോൽപ്പിക്കാൻ, കമ്മ്യൂണിസത്തിന്റെ തെറ്റായ നയങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജി സുധാകരനെ അവതാര പുരുഷനായി കൊണ്ടുവന്ന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ വോട്ട് ചെയ്ത് ജയിച്ച സുധാകരൻ നേരെ പോയത് അങ്ങോട്ടാ. നേരെ പോയത് കാർ എടുത്ത് പോയതാ. മറ്റേത് പിണറായി പോകുന്ന കാറിൽ 150 മീറ്റർ കയറ്റിയതാ. എന്നാ ജി സുധാകരനോ കാർ എടുത്ത് 100-200 കിലോമീറ്റർ അപ്പുറമുള്ള ഇയാളുടെ വീട്ടിലേക്ക് പോയിട്ട് മാലയിടുക. അത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചാനലുകളുടെ നിലപാടുകൾ, ഈ ചാനലുകളാണല്ലോ ഈ പാർട്ടിയെ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയധികം വികസനം കൊണ്ടുവന്ന ഒരു സർക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ? വികസനം എന്ന് പറഞ്ഞാൽ ദൂരേക്ക് ചൂണ്ടിക്കാണിക്കേണ്ട, അവനവന്റെ വീടിന്റെ മുമ്പിലേക്ക് പോകുന്ന വരയിട്ട റോഡുകൾ, തൊട്ടടുത്തുള്ള സ്കൂളുകൾ തകർന്ന് തരിപ്പണമായ, നമ്മൾ ഓർത്തു പോകുന്നത് ഈ നാട് കണ്ടിട്ടില്ലാത്ത 2 മഹാപ്രളയകാലം 18-19. നമ്മുടെ നാട്ടിലെ സകല റോഡുകളും തകർന്നു, പാലങ്ങൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു, സ്കൂളുകൾ തകർന്നു. അന്ന് പിണറായി പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഭയപ്പെടണ്ട, നമ്മൾ അങ്ങോട്ട് ഇറങ്ങല്ലേ. എന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ് റീബിൽട്ട് കേരള. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അതാണ് ഏറ്റവും മനോഹരം. പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല, ഒരു പുതിയ കേരളം. 2018-ലെയും 19-ലെയും പ്രളയത്തിന് മുമ്പുള്ള കേരളമാണോ ഇന്ന് നമ്മുടെ നാട്ടിലെ റോഡുകള്, സ്കൂളുകള്, പാലങ്ങള്? 100-200 മനുഷ്യരുള്ള ഒരു ആദിവാസി ഗ്രാമത്തിലേക്ക് കോടികൾ മുടക്കിയിട്ട് പാലമുണ്ടാക്കി ഗവൺമെന്റ്. പക്ഷെ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളെ ആലപ്പുഴയിൽ മറ്റേ കടപ്പുറണ്ടല്ലോ, എന്താ അതിന്റെ പേര്, കടലാക്രമണം കൊണ്ട് സഹിക്കാൻ ചെറിയ അഴീക്കൽ, പെരുമ്പളം. ചെറിയ അല്ല സർ, ഇപ്പോ കടൽ ഭിത്തി കെട്ടിയ നമ്മുടെ തുമ്പത്തുനിന്ന് ആ പേരങ്ങ് പോയി. സ്ഥിരമായി കടലാക്രമണം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നമ്മള് മറ്റേ ഇത് വെച്ചിട്ട് കടലാക്രമണത്തെ തടഞ്ഞു നിർത്തിയല്ലോ. ആ പേര് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. അവിടേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകളിൽ ഇപ്പൊ അവരെ നമ്മൾ സംരക്ഷിച്ചു, അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയി, അതൊക്കെ വേറെ കഥ. അപ്പോ അങ്ങനെ പുനഃസൃഷ്ടിച്ച നമ്മുടെ സ്കൂളുകൾ നോക്ക്. ഇപ്പോ എത്ര മനോഹരമായ സ്കൂളുകൾ, ലക്ഷക്കണക്കിന് കുട്ടികളല്ലേ സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്ന്. ഇനി എവിടെ എത്തും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസം ആര് കൈകാര്യം ചെയ്യുന്ന തർക്കപ്പ കഴിഞ്ഞില്ല. ആര് കൈകാര്യം ചെയ്താലും UDFന്റെ കാലത്ത് നമ്മൾ കണ്ടതല്ലേ, അരക്കൊല്ല പരീക്ഷ. നമുക്ക് ഈ വി.ഡി. സതീശന്റെ നമുക്കറിയാം, ഗോൾ വർക്കറുടെ മുമ്പിൽ തിരികത്തിച്ചതറിയാം, ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള. പക്ഷേ ഇപ്പോഴത്തെ നിലപാട് ഈ ഉപദേഷ്ടാവ് ആക്കി, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയ, കേരളം എന്ന ആശയത്തെ അലോസരപ്പെടുത്തിയ മോദി സർക്കാരിൻ്റെ ടൂളായി പ്രവർത്തിച്ച ഗവർണർ, ആ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഉപദേഷ്ടാവിനെ തന്നെ AG ആയി നിയമിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ, അത് മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗവർണറുടെ വസതിയിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായി ഹസ്തദാനം ചെയ്യാം. അതിനപ്പുറത്തേക്ക് ചില ശരീരഭാഷകളുടെ അടുപ്പം, ഇതൊക്കെ പലതരത്തിൽ രൂപപ്പെടുത്തിയ ഡീൽ, അതാണ് വെളിവാകുന്നത്. അതിൻ്റെ ഓരോ കടപ്പാടുകളാണ് ഇത്തരം രൂപത്തിൽ വരുന്നതെന്ന് താങ്കൾ നേരത്തെ നിരീക്ഷിച്ചിരുന്നു. അതിൻ്റെ കൂടുതൽ സമഗ്രമായ നിരീക്ഷണം കൂടി വേണം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, അതായത് ഈ കോൺഗ്രസിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു പക്ഷേ ബംഗാളിലെ BJP സർക്കാർ പോലും ഒഴിവാക്കിയ വന്ദേമാതരം, ആ വന്ദേമാതരത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ രൂപം 2 സ്റ്റാൻസ മാത്രമേ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായി, അത് പോലും വിഘാതമുണ്ടാക്കി ഗവർണറുടെ ഇഷ്ടപ്രകാരം മുഴുവൻ വന്ദേമാതരവും ചൊല്ലുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെ? ഇതിനെക്കുറിച്ചുള്ള വലിയ വിമർശനങ്ങളുണ്ടായി. നേതാക്കന്മാരുടെ വിമർശനങ്ങളൊന്ന് കേൾക്കാം. എന്തുകൊണ്ട് വന്ദേമാതരത്തിൻ്റെ എല്ലാ വരികളും ചൊല്ലേണ്ട എന്ന് ചിന്ത വരാൻ കാരണം എന്ന് പരിശോധിക്കണ്ടേ? കാരണമുണ്ടല്ലോ, ഇന്ത്യയുടെ ദേശീയ വികാരങ്ങളെയും സംസ്കാരത്തെയും പൈതൃകത്തെയും എല്ലാം തെറ്റായ വഴിക്ക് വ്യാഖ്യാനിക്കുന്ന വരികളുണ്ട് അതിനകത്ത്.
ആ വരികൾ ചൊല്ലേണ്ടതില്ല എന്നുള്ള തീരുമാനം ഉണ്ടായത് വെറുതെയല്ല. ആ തീരുമാനത്തെ ഒരു കോൺഗ്രസ് നേതൃത്വ ഗവൺമെൻറ്റിന് നിഷ്പ്രയാസം മാറ്റിമറിക്കാൻ പറ്റും. അടിസ്ഥാന മൂല്യങ്ങളെ മറന്നുപോയ കോൺഗ്രസ്, മതനിരപേക്ഷത, അതിൻ്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങളാണ് ഒഴിവാക്കപ്പെടേണ്ടത്. ആ ഒഴിവാക്കൽ ആണ് ഇവിടെ മറന്നുപോയിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണണം. ഇതൊരു കേവലം ഒരു വർഗീയ പ്രശ്നമായിട്ട് തിരിച്ചുവിടുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു ആശയത്തിൻ്റെ പ്രശ്നമാണ്, ഒരു ഐഡിയോളജിയുടെ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ എന്ത് നിലപാട് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിൻ്റെ എല്ലാ വശങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളുണ്ട്. വന്ദേ മാതരം പൂർണ്ണമായിട്ടും ആലപിക്കുന്നതിനെ സുപ്രീം കോടതിയും യോജിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ അതുവഴി ഗവർണറിലൂടെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ UDA ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ത് എന്നുള്ളതാണ് പ്രശ്നമായി മാറുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ സമീപനമാണ്. കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിലപാടിനനുസൃതമായിട്ടല്ല ഈ ആലാപനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് ഇതിൻ്റെ നിലപാടെന്ത് എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കണം. കേരളത്തിലെ UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൊതുവേ ഇതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് പറയാനുള്ളത്. വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 ഈരടികൾ അത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നീടുള്ള 4 ഈരടികളിൽ തീർച്ചയായും ഒരു ബഹുസ്വര സമൂഹത്തിനാകെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതല്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും സ്വാതന്ത്ര്യത്തിന് മുൻപും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നിലപാടാണ് എടുത്തിട്ടുള്ളത്. BJPയുടെ നേതാവ് ശ്രീ V. മുരളീധരൻ ഉൾപ്പെടെ വളരെ മോശമായി ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു മതപ്രശ്നമായിട്ടല്ല കാണേണ്ടത്, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അപ്പോൾ ജൈജു ബാബുവിനെ പ്രതിഷ്ഠിച്ചതും ഈ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ സ്റ്റാൻസകളും ചൊല്ലിയതുമൊക്കെ ആരെയോ തൃപ്തിപ്പെടുത്താനാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാകില്ല. ഇതാണ് നാസർ കൊളായി നേരത്തെ പറഞ്ഞത്. സമാനമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ്, വിമർശനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാസർ കൊളായി. അതെ, ഞാൻ കേട്ടു. അതില് പറഞ്ഞതിൽ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വന്ദേ മാതരത്തിന്റെ തർക്കം ഇന്നലെ വന്നപ്പോൾ സത്യത്തിൽ ഇത് കേട്ട പല മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളുകൾക്കൊക്കെ ഒന്നും അറിഞ്ഞുകൂടാ എന്താണ് വന്ദേ മാതരം, എന്തായിരുന്നു കോൺഗ്രസിന്റെ ഇതിന്റെ നിലപാട്, എന്തായിരുന്നു നെഹ്റുവിന്റെ കാര്യത്തിലുള്ള നിലപാട് എന്നൊന്നും അവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കൃത്യമായി പഠിച്ചത് കൊണ്ടാണ് RV ബാബു, ശശികല, മുരളീധരൻ തുടങ്ങിയിട്ടുള്ള BJP സംഘപരിവാർ നേതൃത്വം ആ ചൊല്ലിയവരെ അഭിനന്ദിക്കുകയും 150-ാം വാർഷികമാണ് വന്ദേ മാതരത്തിന്റെ, അതുകൊണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെ ഇപ്പൊ റിയാസ് അടക്കം വിമർശിച്ചപ്പോ, റിയാസിന്റെ പേര് മുസ്ലിം പേരാണ്, എന്റെ പേരും മുസ്ലിം പേരാണ്. അപ്പൊ ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ വിമർശിക്കുമ്പോൾ അതിനെ മറ്റൊരു രൂപത്തിൽ സംഘപരിവാറുകാർ ദേശദ്രോഹം എന്ന തലത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ RSSന്റെ ചിത്രത്തെ കൊണ്ടുവന്ന് ഭാരതാംബ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോഴും ഇത് തന്നെയാണ്, ഇതേ നറേഷനും പരിപ്രേക്ഷ്യമാണ് വിമർശനത്തിനായി BJP ഉപയോഗിച്ചത്. കംപ്ലീറ്റ് ചെയ്യും. അതിലെ പ്രശ്നം എന്താണെന്നറിയാം ജിംഷാദെ, ഈ ഇവര് ഹിന്ദുത്വ ശക്തികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ചെല്ലുന്നത് എന്തിനാണ് CPM എതിർക്കുന്നത്, അവര് ഇന്ത്യക്കെതിരാണ് എന്ന ഒരു നരേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇത് വിവരക്കേട് കൊണ്ട് ചില ലീഗിന്റെയും അതുപോലെ തന്നെ ചില കോൺഗ്രസിന്റെ ആളുകൾ പിന്താങ്ങുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ 2 ഈരടികൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ഈരടികൾ ഈ ദേശീയ ഗീതത്തിൽ പെടുത്തിയിട്ടില്ല എന്ന് 1950 പെടുത്തിയിട്ടില്ല എന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. 37 നെഹ്റു ഇത് എതിർത്തതാണ് എന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ആ അറിവില്ലായ്മ കൂടിയാണ് RSSന്റെ ആളുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ദേശീയ ഗീതത്തെ അപമാനിക്കാണ്. ഇത് തന്നെയാണ് ഭാരതാംബയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ള ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന സൗമ്യമുഖമുള്ള ഭാരതാംബയാണ് നമ്മൾ കണ്ടത്. RSSന്റെ ഭാരതാംബയും ഇതും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അപ്പൊ വർത്തമാനത്തിൽ പറയുമ്പോൾ ഭാരതാംബയെ അപമാനിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് എളുപ്പത്തിൽ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ RSS ശ്രമിക്കും. പക്ഷെ അതിനെ ഇന്ന് വരെ ആ സംഗതിയെ കുറിച്ച് എതിർക്കാൻ കോൺഗ്രസോ ലീഗോ ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഭാരതാംബ ചിത്രത്തിന്റെ പ്രശ്നമുണ്ടായപ്പോൾ യഥാർത്ഥ ഭാരതാംബ അതല്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ യഥാർത്ഥ വന്ദേ ഭാരതമല്ല ഇന്നലെ ചൊല്ലിയിട്ടുള്ളത് എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ കൃത്യമായി 2 വിഭാഗങ്ങളെ തമ്മിൽ
ിലുള്ള ക്ലാഷ് ആക്കി മാറ്റാൻ പ്രതികരിക്കുന്നവരുടെ മതം, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രതികരിക്കുന്നവരുടെ മതം നോക്കി പോലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു കെട്ടകാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന നല്ല ബോധ്യം നമുക്ക് വേണം. ഇപ്പോ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ കാണുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന്മാർ തമ്മിൽ കാണിക്കുന്നത് പോലെ കൂപ്പുകൈ കാണിക്കും, അതുപോലെ തന്നെ ബൊക്കെ കൊടുക്കും, ചായ സൽക്കാരത്തിൽ വിളിക്കും, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയും. ഈ സാധനങ്ങൾ കാണിച്ചുകൊണ്ട് പിന്നെ മോഡിയുടെ അടിമയാണ് ഇവർ തമ്മിൽ ഡീല് നടക്കുകയാണ്. ഈ ചിത്രങ്ങൾ മതി, ഈ ചായ കുടിക്കുന്നത് മതി. അവിടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒന്ന് മുഖ്യമന്ത്രിയാണ്, ഒന്ന് പിന്നെ പ്രധാനമന്ത്രിയാണ്. അവർ തമ്മിൽ നടക്കുന്ന സ്വാഭാവികമായ ഒരു ഡീൽ എന്ന് പറഞ്ഞ ഒരു ഇടപാട്, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഡീൽ, അതിനെ BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഡീലാക്കി മാറ്റി ചിത്രീകരിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന നിയമങ്ങളെ എതിർത്തിട്ടുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയുമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ നാട്ടിലെ ആളുകൾ കഴിയുന്നില്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ കേന്ദ്ര മന്ത്രിസഭ കൊണ്ടുവന്ന ഒരുപാട് ബില്ലുകളുണ്ട്. പൗരത്വ ബില്ല്, NIA ബില്ല്, SIR, ഇതിനൊക്കെ എതിർത്തിട്ടുള്ള ഏക സംസ്ഥാനം, ഇതിനെതിരെ പിന്നെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അതായത് ന്യൂനപക്ഷ വിരുദ്ധത വിളമ്പുന്ന ഈ നിയമങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയത്. പക്ഷേ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിക്കും സാധിച്ചു എന്നുള്ളിടത്താണ് അവരുടെ വിജയം. അതുകൊണ്ടാണല്ലോ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം അവർക്ക് അനുകൂലമായിട്ടുണ്ടായി എന്ന് പറയുന്നത്. ഇപ്പൊ SIR കൃത്യമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് ആസാം. ആരായിരുന്നു ആസാമിന്റെ മുഖ്യമന്ത്രി? കോൺഗ്രസ്സുകാരനായിരുന്നു. അയാൾ BJP തെരഞ്ഞെടുത്തിട്ടല്ല ആദ്യം കോൺഗ്രസ് പിന്നെ മുഖ്യമന്ത്രി ആകുന്നത് ആസാമിന്റെ. ഒരുമിച്ച് കൂട്ടത്തോടെ കോൺഗ്രസ് ഗവൺമെന്റ് BJPയിലേക്ക് പോയതാണ്. അങ്ങനെയുള്ളതാണ്. അയാളാണ് അവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇപ്പോ ബംഗാളിലെ തെരഞ്ഞെടുപ്പ്, മമതയോട് രാഷ്ട്രീയപരമായി ഒരുപാട് എതിർപ്പ് നമുക്കുണ്ട്. പക്ഷേ SIRനെ എതിർത്ത 3 പിന്നെ മുഖ്യമന്ത്രിമാരുടെ 3 ഗവൺമെന്റുകളുടെ പരാജയമാണ് നമ്മൾ കണ്ടത്. ഒന്ന് ബംഗാൾ ഗവൺമെന്റ് SIRനെ എതിർത്തു, തമിഴ്നാട് ഗവൺമെന്റ് SIRനെ എതിർത്തു, കേരള ഗവൺമെന്റ് SIRനെ എതിർത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പരാജയപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ബംഗാളിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും പരാജയപ്പെട്ടു. ഇനി എതിർപ്പുകളുടെ ശബ്ദമില്ല. അതായത് എന്തൊക്കെ തരത്തിലാണ് അപനിർമ്മിതികൾ കോൺഗ്രസും UDFും ഇടപെട്ടത് അല്ലെങ്കിൽ തീർത്തത്, അതിന് വിരുദ്ധമായി ഘടകവിരുദ്ധമായി ഇപ്പോഴും നടത്തുന്ന പ്രവർത്തികൾ, ഇതിലെ ഇരട്ടത്താപ്പുകൾ, ഇതൊക്കെ പൊളിച്ച് കാട്ടുകയായിരുന്നു നാസർ കൊളയിലേക്ക് തന്നെ തിരികെ എത്തുമ്പോൾ താങ്കൾ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞു വന്ന കാര്യതാണ്, അത് വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ജിംഷാദെ. ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ ഒരു പക്ഷത്തെയാണ്, ഇടതുപക്ഷത്തെയാണ് ഇന്ന് കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, SIRനെതിരെ ഇപ്പം പിന്നെ ബംഗാളിൽ എങ്ങനെയാ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്? 95 ലക്ഷത്തോളം SIRന്റെ പേരിൽ പിന്നെ വെട്ടിമാറ്റി. ഇവിടെ നേരെ തിരിച്ച് കേരളത്തിൽ എന്താ വന്നത്? ഈ SIR കൊണ്ടുവന്നത് പിണറായി വിജയനാണ്. എന്തിനധികം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂലോ എന്നറിയില്ല. SIR കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് ചിലർ പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് SIR കൊണ്ടുവന്നത്, ഒന്നുകിൽ ഇംഗ്ലീഷിലാവണം അല്ലെങ്കിൽ ഹിന്ദിയിലാവണം, ഇത് മലയാളത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് കയറ്റി കഴിഞ്ഞു. എന്നിട്ട് SIRന്റെ പേരിൽ ഈ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകുന്നു പറഞ്ഞിട്ട് അതിന്റെ ഇതിൽ ഒരുപാട് ആളുകൾ വന്ന് വോട്ട് ചെയ്യുകയുണ്ടായി. ആ വോട്ട് ചെയ്തതിൽ പോലും ഞാൻ പറഞ്ഞത്, ആ വോട്ട് ചെയ്തവരെല്ലാവരും പിന്നെ UDFന് വോട്ട് ചെയ്തു എന്നല്ല എന്റെ വാദം. അങ്ങനെ അത് പിന്നീട് വളച്ചൊടിക്കപ്പെട്ടു പോരുതെന്ന് അതുകൊണ്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ആ SIRന്റെ പേരിൽ കൂടിയാണ് ആര് ക്രൂശിക്കപ്പെട്ടുള്ളത്? പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ക്രൂശിക്കപ്പെട്ടുള്ളത്. ആ SIRനെതിരെ പ്രമേയം പാസാക്കി നിയമയുദ്ധത്തിന് പോയ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നണിയും കൂടിയാണ് ഇടതുപക്ഷം. 3 ഗവൺമെന്റുകൾ അതിനെതിരിൽ പിന്നെ പ്രവർത്തിച്ചവർ ഇപ്പൊ പരാജയപ്പെട്ടു. ഇനിയിപ്പോ ഇടതുപക്ഷത്ത് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഖേദകരമായ ഒരു വസ്തുത, അധികം വൈകാതെ രാജ്യസഭയിലടക്കം നമുക്കറിയാം, രാജസ്ഥാനിൽ നിന്ന് രാജിവെച്ച് KC വേണുഗോപാൽ ഒരുക്കി കൊടുത്തൊരു സീറ്റ് ഉണ്ട് അവിടെ. അതിന് പുറമെ ഇപ്പോ ഇവര് പറഞ്ഞത് അതല്ലേ, എന്തായിരുന്നു KC വേണുഗോപാലിനെ ഇവിടെ ഒരു 10 ദിവസത്തിനേക്ക് ഇവർ വിചാരണ ചെയ്തിട്ട്, ആ KC വേണുഗോപാൽ നയിക്കുന്ന കോൺഗ്രസ് ഇവർ വിചാരണ ചെയ്ത് എന്തായിരുന്നു? BJPക്ക് പായ വിരിച്ചവൻ, രാജസ്ഥാനിലുള്ള സീറ്റ് BJPക്ക് കൈ കൊടുത്തവൻ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് മുന്നിൽ കൊണ്ടുവച്ച് സമ്മാനിച്ചവൻ. ഇതെല്ലായിരുന്നു നവമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനല്ല ഇത് എഴുതിയത് മുഴുവൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ, കോൺഗ്രസിന്റെ VD സതീശൻ വിഭാഗം, മറ്റു വിഭാഗം. എന്തായിരുന്നു ജമാഅത്ത് ഇസ്ലാമിന്റെ ഇതിലൊക്കെ വന്നിരുന്ന ആഞ്ഞടിച്ചിട്ട് അവർ പറഞ്ഞില്ലേ, ഈ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ BJPയുടെ ദല്ലാളാണ്. ആ KC വേണുഗോപാലാണ് ഇപ്പോഴും AICCയുടെ 4-ാമൻ. മാത്രമല്ല, ഇതേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഫലം എത്തുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ മംഗളൂരു യാത്ര,
അവിടെ കണ്ട NDA നേതാക്കൾ, അതായത് BJP സഖ്യകക്ഷി നേതാക്കൾ, അദാനി ഗ്രൂപ്പ്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തുറമുഖം വകുപ്പ് തൻ്റെ കൈവശം വെക്കണമെന്ന് വാശി പിടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. ഇതുമൊക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ CPIM നെടിയേങ്ങ ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം, അതിനായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ എത്തിയിരുന്നത്. അതിലേക്കും അതിൻ്റെ ചടങ്ങുകളിലേക്കും പരിപാടികളിലേക്കും ഒക്കെ പോകാം. നാസർ കൊളായി, വളരെ നന്ദി ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചതിന്.